ആദ്യം മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ പണത്തിനോടുള്ള ആർത്തി, കറക്റ്റ് അല്ലേ? ഈ ആർത്തി ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാനും നമ്മളൊക്കെ എത്രയോ ദിവസം അഭിനയിച്ചാലാണ് രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടാൽ നമുക്കൊരു പൈസ കിട്ടുക. ഞാനൊരു നാടക നടനും കൂടിയാണ്. ഒരു നാടകം കളിക്കണമെങ്കിൽ രാവിലെ യാത്ര ചെയ്ത് അവിടെ എത്തി സ്റ്റേജ് കെട്ടി ഉണ്ടാക്കി നാടകം കളിച്ച് വന്നപ്പോൾ നമുക്കൊരു പേയ്മെന്റ് തരിക. ഞാനൊക്കെ 92 പ്രൊഫഷണൽ നാടക സംഘത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ കിട്ടിയ ശമ്പളം 50 രൂപയാണ്. 50 രൂപ കൊണ്ട് ചായ കുടിക്കണം, ചോറ് കഴിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ 50 രൂപ എന്നതിലപ്പുറം നമുക്ക് ഈ ആർട്ടിനോടുള്ളൊരു ലഹരിയായിരുന്നു അല്ലേ? ഇപ്പം പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്ന ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ലഹരിയിലൂടെ കല കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ പൈസ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെ അടിച്ചു പൊളിക്കണം, പുതിയ വാക്കാണ് ഇത്. ഈ പൈസ പലപ്പോഴും ഞാൻ കണ്ടു, ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അവരൊക്കെ പിടിക്കുമ്പോൾ ആഡംബര ജീവിതം നയിക്കുകയാണെന്ന് പറയും. വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നു, വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ, വാഹനങ്ങൾ, ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ഉണ്ടാക്കിക്കോ. നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ പുലർത്തിയിട്ട് ഒരു സമൂഹത്തിനെ ആകെ അല്ലെങ്കിൽ ഒരു തലമുറയാകെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ലഹരി കച്ചവടം നടത്തുന്നവർ ആദ്യം മനുഷ്യരായി തിരിച്ചറിയും. അവരെയാണ് നമ്മൾ ആദ്യം പൂട്ടിക്കേണ്ടത്.